എന്നെ കണ്ടു കഴിഞ്ഞാൽ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയെ ആൾക്കാർ വിളിച്ചോ. ചെരുപ്പും കൂടെ ഊരിക്കളഞ്ഞോ? ഇല്ല, ഞാൻ കുറെ നേരം ബെല്ലുമേന്റെ ബെല്ലിച്ചിന്റെ അടുത്ത് നിന്നു. ഈ സിനിമയിൽ അഭിനയിച്ചെല്ലാം പറയുന്ന കേട്ടല്ലോ, ചോദിക്കുന്നു പ്രതീക്ഷിച്ച്. സൂര്യചേട്ടന്റെ പുതിയ വീഡിയോ കണ്ടപ്പോ അമ്മ പറയാ, അയ്യോ ഇതേതാ വീഡിയോ, ഈ വീഡിയോ ഞാൻ തീ വെച്ചില്ല. എന്താ നോക്ക് എഴുതോ? ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇതെന്നാ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ ശരിപ്പൊക്കെ നോക്ക്, റിച്ച്. നിങ്ങൾ ബൂർഷായി അല്ലേ? ഞാൻ ക്ലബിന്റെ അടുത്ത് വന്നതാണ്. ഇവിടെ ഇപ്പൊ സ്കൂൾ ബസ്സൊക്കെ വരുന്ന ഈ ദൃശ്യങ്ങൾ ആദ്യം പകർത്തുന്നത്, ആദ്യം നിങ്ങളെ കാണിക്കുന്നത് 24 ന്യൂസ് ആണ്. കുറച്ച് നെല്ല് മാത്രമായിട്ട് ഉണക്കാനിടുന്ന. ഹലോ ഗൈസ്, ഒന്ന് ആസ്വദിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ട് ബീച്ചിൽ വരുമ്പോഴേക്ക് അവിടെ ഫുൾ സെന്റിമെന്റൽ ഡയലോഗ്, ഈ വഴിയിൽ മുഴുവൻ ജീവൻ പോകും ജീവൻ പോകും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂർ വന്നിട്ടുള്ളത്. രാവിലെ 4:30 കണ്ണൂരിൽ ലാൻഡ് ചെയ്ത്. സായിജു മോനെ ഞാൻ വിളിച്ചിട്ട് 3 തവണ വിളിച്ചപ്പോഴാണ് അവൻ ഞെട്ടിയത് തന്നെ ഉറക്കത്തുനിന്ന്. ഇനിയിപ്പോൾ ഇങ്ങനെ തുഴഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ഖത്തറിൽ നല്ല മഴയും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്നാലും ഇവിടെ എന്നെ അങ്ങനെ ഡിപ്രസ് ആക്കിയില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയൊരു തണുപ്പുണ്ട്. ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കുകയാണ്. 2-3 ദിവസം നാട്ടിലുണ്ട്. നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാം, പക്ഷെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവില്ല. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. സിനിമ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂ. അവന്മാര് വന്നേക്കുന്നു. കുറെ നേരമായോ പുറപ്പെട്ടിട്ട്? നേരത്തെ എത്തിയോ നിങ്ങൾ? സമ്മതിക്കില്ല. സോറി. ഞാൻ 3 തവണ വിളിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് ബോധം വന്നത്? അല്ലല്ല, അലാറം നേരത്തെ അടിച്ചു. പിന്നെ ഞാൻ 5:45 എത്തുമ്പോ. ഓ മൈ ഗോഡ്, ഞാൻ 4:15 തന്നെ ഇറങ്ങി. ഞാൻ ഇത്രയും നേരത്തെ വരുന്ന ഫ്ലൈറ്റ്. അമ്മോ, ഇന്ന് ഇവര് നേരത്തെ വേറെ ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും കണ്ണൂരൊക്കെ. ഞാനിങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് വല്ലപ്പോഴും നാട്ടിലെ റോഡുകളൊക്കെ പരിചയപ്പെടാൻ വേണ്ടിട്ട്. മമ്മൂക്കൊക്കെ കണ്ടിട്ടില്ലേ? മമ്മൂക്ക സ്വന്തം ഡ്രൈവ് ചെയ്യാം. ഞാൻ മമ്മൂക്കയെ മാതൃകയാക്കുന്നത്. അതുകൊണ്ടാണ്. ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ഹോട്ടലുണ്ട്. ഇവിടെ രാവിലെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടാവും. ചേട്ടൻ സെറ്റ് ആക്കുന്നത്. നല്ല ചൂടോടെ ഇത് പൊള്ളുമല്ലോ. നിങ്ങൾക്ക് ഇന്ന് പണിക്ക് പോണ്ടേ ഈ നേരത്തെ? നിനക്കിന്ന് പോണ്ടേ? ഓക്കെ, താങ്ക് യു. നല്ല ചൂടുള്ള ഹായ്. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു ആരാ നടക്കാൻ പോകുന്നുണ്ടോ? എന്തല്ല പത്രം വന്ന്. ഗുഡ് മോർണിംഗ്. നിങ്ങള് ഇതെന്നാ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ ശരിപ്പൊക്കെ നോക്ക്, റിച്ച്. എന്തിന്? തള്ളാനിവിടെ വേറെ ടീം പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ റെസ്റ്റാ. എന്നെ തള്ളാനിപ്പോ ഇവിടെ ആളുണ്ട്. 4 പഴമുള്ള ഒരു പഴക്കൊല ആത്മഹത്യ ചെയ്തപോലെ തൂങ്ങുന്ന അവിടെ പറയുന്നുണ്ടല്ലേ. അമ്മയുടെ സംഭാവനകൾ കണ്ട. ഈ വണ്ടിയിൽ ഇനി സ്ക്രാച്ച് ആവാൻ ഒരു മുക്കും മൂലയും ബാക്കിയില്ല. എല്ലാ സൈഡും അമ്മ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും വെളുത്ത വണ്ടിയാവും. എല്ലാം പെയിന്റ് ഇളക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആവുന്നത്. രാവിലത്തെ ഫ്ലൈറ്റിന് വന്നതിനെ കൊണ്ട് നാട്ടിൽ നേരം വെളുക്കുന്ന കാഴ്ച കാണാൻ പറ്റി. നല്ല കിളികളുടെ കളകളാരവവും ചെറിയൊരു മഞ്ഞും തണുപ്പും മഞ്ഞു തുള്ളികളും ഒക്കെ ആയിട്ടുള്ള ഒരു പുലർകാലം. കണ്ടോ, കോഴിയൊക്കെ കൂവുന്നുണ്ടോ? എവിടെയൊക്കെ പത്രം വന്നിട്ടുണ്ടേ. പത്രത്തിന് വേണ്ടിയിട്ട്. പത്രത്തിനൊന്നും ഇപ്പം തീരെ കട്ടിയില്ലേ, വളരെ ചെറിയതായല്ലേ പത്രം. പണ്ടൊക്കെ വലിയ ഒരുപാട് 10-20 ഷീറ്റുള്ള വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ വളരെ ചെറിയ സാധനം കേട്ടോ. അതായത് ജസ്റ്റ് 4 ഷീറ്റുകൾ, അതായത് 16 പേജുകൾ, ഇത്ര മാത്രമേ ഇപ്പോൾ ഉള്ളൂ. 16 സൈഡ്സ്, അത്ര ഇപ്പോൾ പത്രത്തിനുള്ളൂ. പണ്ട് 30-40 ഉണ്ടാകുന്ന സമയമല്ലേ ഈ ഓരോ സമയത്ത് ഒരുപാട് വാർത്തകളൊക്കെ ആയിട്ട്. ഇപ്പോൾ വളരെ ചെറിയ പരിപാടിയല്ലേ ഇത്. ക്യാബേജ് 2 കൈ, സോറി ക്യാരറ്റ് 2 കൈ ഉയർത്തിട്ട് ഹായ് പറയുന്ന ക്യാബേജ് മാറിപ്പോയതാ. കായുണ്ടല്ലോ. നാട്ടിൽ വന്ന ഉടനെ എനിക്കൊരു പാർസൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ SQ കൊച്ചി അയച്ചേക്കുന്ന
ഒരു പാഴ്സൽ. കുറേ പേര് ചോദിക്കാറുണ്ട് ഏതാണ് നിങ്ങളിടുന്ന ഡ്രസ്സ് എന്നുള്ളത്. ഇവർ അയക്കുന്ന ഡ്രസ്സുകളാണ് ഞാൻ കൂടുതൽ ഇടാറുള്ളത്. SQ കൊച്ചി സ്റ്റൈൽ കോഷ്യന്റ് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. അല്ല ഡ്രസ്സ് തന്നെ ആയിരിക്കൂലേ, ഭയങ്കര ടൈറ്റ് പാക്കിംഗ്. മെഡിസിൻ ഒക്കെ പാക്ക് ചെയ്തല്ലേ പാക്ക് ചെയ്തേക്കുന്നത്. ഇത്രയും കനത്ത പാക്കിങ് വേണ്ട ജോർജ് ചേട്ടാ. അടുത്ത തവണ അയക്കുമ്പോൾ അത്രയും കുറച്ചിട്ട് പാക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരു സഞ്ചിയിലിട്ട് തന്നാൽ മതി. SQന്റെ പെട്ടിയാണല്ലേ. ആ അങ്ങനെ ഇവർക്ക് പെട്ടിയുണ്ട്. ഈ ഒരു ടൈപ്പ് പെട്ടിയിലാണ് ഇവർ കൊറിയർ വിടുക കേട്ടോ. ക്രിസ്മസ് എഡിഷൻ. അപ്പൊ ഇത് ക്രിസ്മസ് ഡ്രസ്സാണ്. ആ കൊള്ളാം കൊള്ളാം. ഈ സൈഡില് ഇത് പൊട്ടിക്കും. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദി വേ ഹൈ. ക്രിസ്മസ് പപ്പന്റെ ഡ്രസ്സാ. ക്രിസ്മസ് കൊള്ളാം കേട്ടോ. ക്രിസ്മസിന് മാത്രമല്ല ഇടാ. കുറെ ടൈപ്പ് സാധനങ്ങൾ ഇടുന്നുണ്ട്. ഇത് അക്ഷയുടെ തോന്നുന്നു അല്ലേ? ഇതായിരിക്കും അക്ഷയസിന്റെ കളർഫുൾ. മഞ്ഞ് മൂടി കിടക്കുന്ന വേറെ എന്തോ സാധനം. എന്താ ബാക്കി ബിസ്ക്കറ്റാ കേക്കാ? ബിസ്ക്കറ്റാണ്. അയ്യോടാ എന്നാ പൊട്ടിക്കാണ്ട് വെച്ചിട്ട് അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് പോയാമോ? നേരം വെളുത്ത് വരുന്ന സമയത്ത് ഉമ്മറത്ത് ഇങ്ങനെ കാലും നീട്ടി ഇരുന്നിട്ട് ചായ കുടിക്കുന്നു. ഇത് 2 കുപ്പി എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസം ഈ ഉമ്മറത്ത് വരുന്ന സമയത്ത് ആർക്കെങ്കിലും ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ സെറ്റാക്കി വെച്ചേക്കുന്ന കുപ്പിയാണ്. ഇതുപോലെ ഈ വീടിന്റെ പല കോണുകളിലും കുപ്പികളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് എവിടെ ദാഹിക്കുന്നുവോ അവിടെ ദാഹജലം. അതാണ് അമ്മയുടെ പദ്ധതി. ഇവിടെ കണ്ടോ ഒരു കുപ്പി. ഇത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാതുമോൾക്ക് എങ്ങാണ്ട് ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാനുള്ള കുപ്പിയാണ് ഇത്. അതിന് നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. ഇനി ആ മെയിൻ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, മേലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ അടുത്താകുമ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെ എല്ലാ സ്ഥലത്തും ദാഹജല പദ്ധതികൾ അമ്മ ആസൂത്രണം ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹേ ആപ്പിൾ ആപ്പിൾ മേളം. അതെനിക്കറിയാൻ പാടില്ല. നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? വെളുത്തുള്ളി. ഒരു കൊല്ലത്തേക്കുള്ള വെളുത്തുള്ളി ഉണ്ട് ഇവിടെ. ഇഡലി റെഡി ആയിട്ടുണ്ട്. അതിന് രാതുമോൾ കറി ഉണ്ടാക്കുന്നുണ്ടോ? എടി അടിയിൽ കത്തിച്ചാലേ ഉണ്ടല്ലേ, ചെറിയൊരു തീ ഉണ്ട്. ഇഡലിയും സാമ്പാറും തക്കാളി ചമ്മന്തി. മേടപ്പൊൻവെയിലൂതി ഇണക്കി ഒരുക്കി തങ്കത്താലി, പൂവാങ്കൂരുന്നിനും പൂത്താലി, രാവിൻ തങ്ക നിലാവിലലക്കിയെടുത്തു മേഘത്തോണി, പുന്നാരപ്പെണ്ണിനും പൂത്താലി. സൂര്യനുദിച്ചു, നേരം വെളുത്തു. ഞാനൊന്ന് ജസ്റ്റ് ക്ലബിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരാം. രണ്ടുപേരും യൂണിഫോംലി അയവർക്കുന്ന. ഇതെന്താ? ഇത് പഴയ കസേരങ്ങാനല്ലേ? അച്ഛനവിടെ ചാണമ്പായിരുന്ന അങ്ങ് പറമ്പിൽ റബ്ബറിലേക്കാ? ആ നരയും കുമ്പളങ്ങ എങ്ങനെ നിങ്ങൾ പോയിട്ട് പറിക്കുക? അങ്ങോട്ട് പോട്. അല്ല ആ നരയും കുമ്പളങ്ങ എങ്ങനെ നിങ്ങൾ പറിക്കുക? ഇത് വെക്കണം. ഇല്ല എനിക്ക് പറിക്കാനൊന്നും വയ്യ, ഞാൻ ചോദിച്ചതാ. അങ്ങോട്ട് പോട്, ഇങ്ങോട്ടുണ്ട്. എന്ത് അതതിൻ്റെ ഈ പുരപ്പുറത്ത് മുഴുവൻ നരയും കുമ്പളങ്ങി. അതായത് എങ്ങനെയാ പറിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വേറെ എന്തിനോ വേണ്ടിയിട്ട് ചാണകം തയ്യാറാക്കുന്നു. ഇത് എങ്ങും പറമ്പിൽ ഇത് പറിച്ചതാണോ? ആ പറിച്ചിട്ടത് അത് ഇത് എവിടെയാ വന്ന്? അയ്യോ അത് താഴെ വീണ് പോയാ? ആ അത് കണ്ടോ? ഞാൻ വരേണ്ടി വന്നു അത് കാണാൻ. നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ആ എന്നാ ഇന്ന് വീണതാ. ഒന്ന് പൊട്ടി വീണിട്ട് അവിടെ. അതെൻ്റെ ക്യാമറ കണ്ണുകളിലാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഈ ദൃശ്യങ്ങൾ ആദ്യം പകർത്തുന്നത്, ആദ്യം നിങ്ങളെ കാണിക്കുന്നത് 24 ന്യൂസാണ്. ഇവിടെ നെല്ല് ഉണക്കാനിടുന്ന കുറച്ച് നെല്ല് മാത്രമായിട്ട് ഉണക്കാനിടുന്ന പുഴുങ്ങിയത്. ഇവിടെ ഇതെല്ലാം തക്കാളിയുടെ ചെടികളിതാ. തക്കാളി, വഴുതനങ്ങ, മുളക്, അതിൻ്റെയൊക്കെ ചെടികളിതാ. ആൻഡ് കോഴി ഫാമിലേക്ക് പോകാം. ഹലോ ഗൈസ്, 2-3 കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇപ്പം ചാടി കയറലൊന്നുമില്ല. കുറേ എണ്ണം കുറഞ്ഞല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നും കുറുക്കം പിടിച്ചോണ്ട് പോകുന്നുണ്ടോ?
ആരും ഉപയോഗിക്കാൻ താല്പര്യപ്പെടാത്തതിനാലും എടുത്ത് പുറത്ത് കളയാൻ മടിയുള്ളതിനെ കൊണ്ടും മൂടി വെച്ചേക്കുന്ന ഞങ്ങളുടെ ആടുന്ന ഊഞ്ഞാൽ. ഞാനൊന്ന് റൈഡിന് പോയിട്ട് വരാം. അയ്യോ അയ്യോ അയ്യോ, ഞാൻ വന്നിട്ട് ഷിബുക്കുട്ടനെ നോക്കിയിട്ടേ ഇല്ല. ഷിബുക്കുട്ടൻ വലുതായോ? അതെല്ലാം അക്ഷയ വന്നിട്ട് വേണം ഇത് വൃത്തിയാക്കാൻ. ഷിബുക്കുട്ടൻ വലുതായല്ലോ, കണ്ടോ? ഞാൻ ക്ലബിൻ്റെ അടുത്ത് വന്നത്. ഇവിടെ സ്കൂൾ ബസ്സൊക്കെ വരുന്ന, സ്കൂളിൽ പോകുന്ന എല്ലാവരും. വിവേകാനന്ദ വിദ്യാപീഠം എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഷോപ്പൊക്കെ പുതുക്കിയല്ലോ. എൻ്റെ മേ കസേര ഇതൊക്കെ ആയി, പാൻറ്റും ഷൂ ഒക്കെ ആയി, ഭയങ്കര ഡെവലപ്പ്, പാഷനായി. നിങ്ങൾ ബൂർഷായി അല്ലേ? ആ ഫുൾ ബൂർഷ മോഡായി. ഷോപ്പൊക്കെ മൊത്തത്തിൽ നിലത്ത് പെയിന്റ് അടിച്ചു, കസേരയായി, മേശയായി, വൺ ഡെവലപ്മെന്റ് ആണല്ലോ. നല്ല വൃത്തിയായല്ലോ. ഇവിടെ എന്തേ കുറെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. പുതിയ പാർട്ണറെ കിട്ടിയാരെങ്കിലും? ആ അതാ, പിന്നെ അല്ല, അതിന്റെ കാണാനുണ്ട്. നിങ്ങൾക്കും മുടക്കിയിട്ടുണ്ടോ? നോക്കി സെറ്റപ്പ് ഒക്കെ ഭയങ്കര റിച്ചായി. ഇതിപ്പോ കൊയിലിയിലെ കർഷകരുടെ ഔദ്യോഗിക വേഷം. എൻ്റെ അച്ഛനും ഇതുപോലെ ഇട്ട് കിടക്കുന്നതാണ്. ഇതിങ്ങനെയാ കർഷകരുടെ വേഷം. മാന്യരെ, ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം 2026 ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടത്തുകയാണ്. എൻ്റെ വീടിൻ്റെ മുന്നിലത്തെ കാവിലെ തെയ്യം. ഇത് കരിക്കാണ് ഇളനീരാണോ? ഇളനീര്. പക്ഷെ കുലുങ്ങുന്നില്ല. ഇളനീരാകുമ്പോ കുലുങ്ങൂലേ? ഈശ്വര, എൻ്റെ കൈ പോവോ? കരിക്കായിരിക്കും. ഇതല്ല, ഇത് വെട്ടേണ്ട സാധനം. ഒരുപാട് കുത്താനുണ്ട്. അല്ലല്ല, അത് അങ്ങ് മേലെ ഉള്ളത്. നോക്ക്, കൈ കളയല. ഒറ്റ വെട്ടിന് പോവോ? സൈഡ് പിടിക്കേ, സൈഡാക്കി പിടിക്കും. മറ്റേ അതങ്ങ് പൊട്ടിച്ചും കളഞ്ഞാൽ മതി. ഇത് അത്ര ഇതായിട്ടില്ല. നല്ല കരിക്കാണെങ്കിൽ ഇതിങ്ങനെ ചീറ്റും. അവിടെ സൈഡിലൂടെ ആകുമ്പോ അതിന്റെ കഷ്ണായി അങ്ങ് പോകും. ഇത് നല്ല റൗണ്ട്. അല്ല, പക്ഷെ നല്ല ഇളനീരാട്ടോ. വേണ്ട വേണ്ട. കൊള്ളാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉള്ളിൽ കഴിക്കാനും ഉണ്ട്, കുടിക്കാനും ഉണ്ട്. നമ്മള് വഴിയിൽ നിന്ന് കിട്ടുന്ന സാധനം പോലെ ഒന്നല്ല കേട്ടാ. അടിപൊളി സാധനം. നിങ്ങൾ ഇഡലി കഴിക്കണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ഓവർ വയറ് പറഞ്ഞു. എന്റെ സായുജ് ബ്രില്യൻ്റ് ആയിട്ട് ഇളനീര് കൊത്തുന്ന ഒറ്റ കൊത്തിന് തെറിക്കോ? ഞാൻ എന്തായാലും ഞാൻ കുടിച്ചല്ലോ. ഞാൻ ഭംഗിയായിട്ട് കുടിച്ചു. അച്ഛനിവിടെ എന്തോ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഫുള്ള് ഇളനീരൊക്കെ കൊത്തിക്കൊണ്ടുവരാ? എന്താ അത്? അതെന്താ? മുട്ടയാ? എന്തിന്റെ മുട്ടയാ അത്? എന്ത് പാമ്പ്? മൂർഖനോ? മുട്ടനോട് ചോദിച്ചാൽ മുട്ട പറയില്ലേ? അത് കണ്ടിട്ട് അണലീൻ്റെതാണെന്ന് തോന്നുന്നു. കണ്ടാ, കണ്ടിട്ട് അണലീന്റെ മുട്ടയാണെന്ന് തോന്നുന്നുണ്ട്. സായി തൊട്ട് കഴിഞ്ഞാല് ആ പാമ്പ് നിന്നെ ചേസ് ചെയ്യും. അതല്ലേ പറഞ്ഞേ? അതിന്റെ അടുത്ത് നിൽക്കണ്ട. പാമ്പ് അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും. ഏത് നാറിയാ പൊട്ടിച്ചോ നോക്കുന്നുണ്ടാവും. ഞാൻ നീ അത് തൊഴുതോ? ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ വെറുതെ നോക്കാൻ വന്നതാണ്. തെങ്ങിന്റെ കൊലയൊടിയുന്നുണ്ടോ? തെങ്ങിന്റെ കൊലയെ പോറ്റാൻ ശേഷി എന്റെ മട്ടലിനില്ല. ആ, ഇതൊക്കെ തലയിൽ വീഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ നെൽപ്പാടാണ് ആ തെങ്ങിന് അപ്പുറത്ത് കാണുന്നത്. ഇവിടെ മൊത്തത്തിൽ നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ പറമ്പ്. ഈ തോട്ടിൽ ഞാൻ പണ്ട് അണ കെട്ടിയിട്ട് നീന്തി കളിക്കാറുണ്ടായിരുന്നു. ഈ തോട്ടിൽ
വേണ്ട, ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ ഞാൻ രാജേട്ടനെ കണ്ടിട്ടേ ഉള്ളൂ. ഈ നാട്ടിലെ കർഷകരുടെ ഒരു ഔദ്യോഗിക വേഷമായിട്ട് ഇത് മാറി. ഇവരെല്ലാരും ഔദ്യോഗിക വേഷമായി മാറി. പണിയൊന്നും എടുക്കാത്തവന്മാരുടെ വേഷത്. ഒരു പാമ്പിന്റെ മുട്ടയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. സായിനോട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, പാമ്പ് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പാമ്പ് അത് മുട്ടേനെ തൊഴുതിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നെല്ലാം പറഞ്ഞിട്ട് അവനതിന്റെ അടുത്ത് വെക്കുന്നുണ്ട്. ഇളനീര് കുടിച്ചോന്നു. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഞാനിന്ന് രാവിലെ തന്നെ ഈ നാട്ടിലെ എല്ലാ മുക്കും മൂലയും നടന്നു. ഒരാള് പോലും എടാ നീ സിനിമയിൽ അഭിനയിച്ചല്ലേടാ, ഇനി സിനിമയുണ്ടോ ഒരു മാനാ മനുഷ്യൻ ചോദിച്ചിട്ടില്ല. ഓ നീ എപ്പാ വന്നേ, എപ്പാ പോണേ? അങ്ങനെ നല്ല അത്യാവശ്യം കാണാൻ. ഇതാണ് വെറുതെ അല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. നമ്മളൊക്കെ പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ നീ ഉണ്ടാവും പെട്ടെന്ന് വിചാരിക്കുമ്പോ നിന്നെ വൃത്തി കാണാൻ നോക്കുമ്പോ ഫോൺ എവിടുന്നാ വന്നേ പറഞ്ഞു കൊടുത്തില്ലേ, മനസ്സിലാവുന്നില്ല. മൂടുപോയി ഞാൻ ഉറങ്ങാൻ പോവാ. പക്ഷെ അതൊരു നേരം ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു അത് സംഭവം. ഞാൻ പണ്ടത്തെ അതാരോ കമന്റ് തിരിച്ചറിയാൻ പറ്റിയ നല്ല സീൻ. മൂടുപോയി ഞാൻ ഉറങ്ങാൻ പോവാ. മതി, വയറ് പറഞ്ഞു. അടുത്ത പടൊക്കെ ഉണ്ട്. അത് ആരൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയരുത്. സംഭവം സൂപ്പർ. പക്ഷെ കഥ പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ല, ഞാൻ കൊറേ നേരം ബെല്ലുമേന്റെ ബെല്ലിച്ചിന്റെ അടുത്ത് നിന്നു. ഈ സിനിമയിൽ അഭിനയിച്ചെല്ലാം പറയുന്ന കേട്ടല്ലോ, ചോദിക്കുന്നു പ്രതീക്ഷിച്ച്. ഏടാ പടം OTT വരുമല്ലോ, അപ്പൊ റീവൈൻഡ് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് പിന്നെയും കാണാം. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഹരിഹരസുധൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയെ ആൾക്കാർ വിളിച്ചറിയോ? ചെരുപ്പും കൂടെ ഊരിക്കളഞ്ഞോ? കറുപ്പ് എല്ലാരും എടുക്കുന്നില്ല ഇപ്പൊ കോമൺ ആയിട്ട് കേട്ടോ. ഇനി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വെജ് മാത്രമേ കിട്ടുമായിരിക്കുള്ളൂ. കഴുത്തില് മാലയുണ്ടാ? നോർമൽ ഈ മാലുണ്ട്. അപ്പൊ ബൈ ബൈ. ഞാൻ കോഴിക്കോട് പോകുന്നു, അവിടുന്ന് എറണാകുളം പോണു, അവിടെ തിരിച്ചു വരുന്നു. പരിപാടി. അപ്പൊ ഈ വീട്ടിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത രണ്ടുപേരും ഇങ്ങനെ വായി നോക്കിയിരിക്കും. നല്ല സുഖമല്ലേ അല്ലെ ഇപ്പൊ പകൽ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ? അല്ല, ഞാൻ നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്, തണുപ്പ് കാലത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കസേര കൊണ്ടുതരാം. അങ്ങനെ ഇരിക്കും. നല്ല രസമുണ്ട്. നല്ല കാറ്റൊക്കെ ഉള്ള ദിവസങ്ങളാട്ടോ ഇപ്പൊ. മകരമാസം ഇത്. ഇതാ മകരമാസം അല്ലേ? ആണോ? വൃശ്ചികം, ധനു, മകരം. ഇനി ഒരു മാസം അതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ശരി, ബൈ ബൈ. നിങ്ങൾ ഇവിടെ കാറ്റ് കൊണ്ടിരിക്കൂ. എന്താ പറഞ്ഞേ? സൂര്യചേട്ടന്റെ പുതിയ വീഡിയോ കണ്ടപ്പോ അമ്മ പറയാ, അയ്യോ ഇതേതാ വീഡിയോ, ഈ വീഡിയോ ഞാൻ തീ വെച്ചില്ല. അമ്മ ഡെയിലി എല്ലാ വീഡിയോ നോക്കിട്ട് തീയിടും. വിനോജി ഈ വീഡിയോക്ക് ഞാൻ തീ വെച്ചില്ല. അപ്പൊ വിളിച്ച് നോക്കിക്കോ, ഈ ചങ്ങായി കൂളിംഗ് ഗ്ലാസ് വരുന്നു, ഉറങ്ങി വീടായിരിക്കും മിക്കവാറും. അയ്യോ അത്ര കുറക്കൊന്നുമില്ല. ഉറക്കം വരുന്നതിന്റെ സൈഡ് ആക്കിട്ട് ഉറങ്ങിയിട്ടാകുമ്പോ പോയിക്കോളാം. ഞാൻ ഇന്നലെ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ചു നേരം ഉറങ്ങിനി. ഒരു മണിക്കൂർ നമുക്ക് അപ്ഡേറ്റ് ഇട്ടാ മതി. രാവിലെ വന്നിട്ട് വീടെല്ലാം പിന്നെ വീക്ഷിച്ചു. എന്നിട്ട് പിന്നെ ഒരിക്കൽ കൂട്ടുമ്പം ഭാഗത്തേക്ക് പോയി, പിന്നെ ഒരിക്കൽ മടമ്പം ഭാഗത്തേക്ക് പോയി. പിന്നെ സിനിമ നടനല്ലേ, ആൾക്കാർ ക്യൂ സ്കൂളിൽ പോണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബൈക്ക് വേണമെങ്കിലോ എന്ന് ചോദിച്ചിട്ട് അവൻ അന്നേരം വന്നു. ഒരു 9:30 അവനാകുമ്പോ വന്നു. പാമ്പിന്റെ മുട്ട കാണാൻ പോയി. അപ്പോഴത്തേക്ക് പോയപ്പോ ഇവിടെ പാമ്പിന്റെ മുട്ടയുണ്ട് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു വരുത്തി. പിന്നെ പോയിട്ട് അവൻ ഉറങ്ങിയിട്ടില്ല, നേരെ തിരിച്ചു വരുന്ന. അപ്പൊ ടാറ്റാ, ബൈ ബൈ. ശരി. ഇത് അമ്മയുടെ കണ്ണട വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇസാക്കിന്റെ കണ്ണട വർക്കായിട്ടുണ്ട്. ഇസാക്കെ അടിപൊളി കണ്ണട. നമ്മൾ ഖത്തറിന്ന് കൊണ്ടുവന്ന കണ്ണടയാണ്, ഐഡി ഒപ്റ്റിക്സ്. നല്ല രസമില്ലേ? കാഴ്ചകൾക്കെല്ലാം ഭയങ്കര ക്ലാരിറ്റി വന്ന പോലെ, ഇത്രയെല്ലാം ഭയങ്കര തെളിച്ചം, വല്ലാത്ത ബ്രൈറ്റ്നസ് എന്നൊക്കെ. അതാരും പറഞ്ഞ അമ്മ പറഞ്ഞതാ. നല്ല ഹലോ, കണ്ണിന് കാഴ്ച പറഞ്ഞ ആൾക്കാർ കണ്ണട വെക്കുമ്പോ അങ്ങനെയാണ്, നല്ല തെളിച്ചുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ സ്ഥിരമായിട്ട് വെക്കണം പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ എന്നിട്ട് അത് ഊരി കഴിഞ്ഞാലേ ഞാൻ സാധാരണ കാണുന്ന പോലും കാണാത്ത ഒരു അവസ്ഥ എനിക്ക്. അതാ നിങ്ങളെ കണ്ണിന്റെ കാഴ്ചയൊക്കെ അങ്ങെത്തി.
അതിന്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിർത്താം. നീ കണ്ണൂർ ഞാനും കണ്ണൂർ നമുക്ക് നോക്കാലോ ഒന്ന് ബൈക്കാം നമുക്ക് രണ്ടാക്കും. എന്തിനാ മത്സരിക്കുന്നത്? നിങ്ങൾ കണ്ണട ഊരിയിട്ട് ആ വണ്ടീന്റെ നമ്പർ വായിച്ചാട്ടെ, വായിക്ക്. എന്റെ കണ്ണിൽ റെഡി ആയിട്ടാ. ആ റെഡി ആവൂല. എട്ടോ അമ്മ ഊഹിക്കൊന്നും ചെയ്യും. തമിഴ്നാട് വണ്ടിയില്ല ടീ. നിനക്ക് വായിക്കാനാ ഒരു നെറ്റോട്ടത്തില്? പക്ഷെ ഒരു പകുതി നമ്മൾ വാങ്ങിച്ചില്ല. TN 21 മുകളിൽ താഴെ ഏറ്റവും ലാസ്റ്റ് 4-2 ബാക്കി ഇവക്ക് കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട് കേട്ടോ. വൃത്തി കാണുന്നത് ഇങ്ങനെ 42 വൃത്തി കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത് കണ്ണട വെക്കേണ്ടത് വെച്ചോണ്ടിരിക്കണമെന്ന്. പോകുന്ന വഴിയിൽ ഒരു ഹൈവേ സൈഡിൽ അവിടെ ഒരു വനിതാ ഹോട്ടലുണ്ട്. അവിടുന്ന് ഞാൻ ചെറിയ ചോറൊക്കെ കഴിച്ച്, ചെറിയ ചോറ് അത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ കടേൻ്റെ മുറ്റത്തിരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. പോകുന്ന വഴിക്ക് വെറുതെ ഓരോരോ പൂതി. റോഡൊന്നും മുറിച്ച് കിടക്കാൻ പറ്റത്തില്ലല്ലോ. ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് എത്താൻ 3.5 മണിക്കൂർ മതി. ഞാൻ രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരം 5 മണി ആയപ്പോഴാണ് എത്തുന്നത്. സീക്കിൻ ഹോട്ടൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇരുട്ടാവാറായി. അപ്പോൾ കാലിക്കറ്റ് ബീച്ച് ഒന്ന് കണ്ടിട്ട് വരാം. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. വഴിയോര കച്ചവടക്കാർ. നല്ല 3D അഡ്വർടൈസ്മെന്റ് പോലെ ഉണ്ടല്ലോ അത്. കോഴിക്കോട് വരുന്ന സമയത്തൊക്കെ ഈ ബീച്ചിന്റെ നേരെ മുന്നിലുള്ള CQവിലാണ് താമസിക്കുക. ഇതിന്റെ ഓണർ മനു എൻ്റെ അടുത്ത ഫ്രണ്ടാണത്. എന്തോ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വലിയ ഹോട്ടലൊന്നുമല്ല, പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് രാവിലെ പ്രഭാതവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവിടെയാണ് മിക്കവാറും താമസിക്കാറുള്ളത്. സോ ഗൈസ്, അങ്ങനെ കാലിക്കറ്റ് ബീച്ചിൽ നിന്നും ഇന്നത്തെ വിശേഷങ്ങളുടെ ഭാണ്ഡം ഞാൻ അങ്ങനെ കാലിക്കറ്റ് ബീച്ചിൽ നിന്നും ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഒരാൾ ഇങ്ങനെ കുമ്പള ഉണ്ടാക്കും, അതൊക്കെ കൂടി കാണിച്ചു തരേ. നിർത്തിയാ അടി ചെക്ക ചെയ്യട. കമാൺ. അത് തന്നെ റെഡി 1 കേട്ടോ. സോ അങ്ങനെ കാലിക്കറ്റ് ബീച്ചിൽ കൊമളി ഉണ്ടാക്കുന്ന ചേട്ടനെയും കണ്ടിട്ട് ഞാൻ തൽക്കാലം ഈ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ തവണ വരുമ്പോഴും ഇത് 100K ആവും 100K ആവും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കും. പക്ഷെ എൻ്റെ മിസ്റ്റേക്ക് തന്നെ, ഞാൻ അധികം കണ്ടൻറ്റൊന്നും എടുത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇനി നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇന്ന് കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നടന്ന് രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരം ഈ സമയത്താണ് ഞാൻ കോഴിക്കോട് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരി, ബൈ ബൈ. സൂര്യൻ അസ്തമിച്ച് പോകുന്ന ജീവിതം സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞതാണോ? മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തണോ? എന്തിനാ ഇപ്പൊ പറയണവോ? ഇത് മാത്രമേ പറയുന്നുള്ളൂ, കുറെ നേരം ഇതന്നെ പറയണത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത രീതികളും വർദ്ധിച്ച മത്സരബുദ്ധിയും സൃഷ്ടിക്കുന്ന മാനസിക വെല്ലുവിളികൾ ഗുരുതരമാണ്. പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവരുടെ എണ്ണം സമൂഹത്തിൽ ഇതെല്ലാം ഭീകരതയാണല്ലോ. ഇവിടെ ജീവൻ പോകുന്ന എഴുതി വെച്ചിട്ട് അവിടെ ഫുള്ള് സെന്റിമെന്റൽ സാധനങ്ങൾ പറയുന്നു. ഇതെന്താ സംഭവം? ജീവൻ പോകും, ഫുൾ ജീവൻ പോകും. ഇതെന്താണിത്? നെഗറ്റീവ് വൈബാണല്ലോ. ഒന്ന് ആസ്വദിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ട് ബീച്ചിൽ വരുമ്പോഴേക്ക് അവിടെ ഫുൾ സെന്റിമെന്റൽ ഡയലോഗ്. ഈ വഴിയിൽ മുഴുവൻ ജീവൻ പോകും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ? ഇതെന്താ ഈ ജീവൻ പോകും? ഇതെന്തായിരിക്കും സംഭവം? എനിക്കറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുതിയ ആളാണ്. നല്ല രസമുണ്ടല്ലേ ബീച്ച് വൈബ്. ഒരു ചേട്ടൻ ഇവിടെ എല്ലാം മറന്നുറങ്ങുന്നു. അപ്പുറത്തെ സുഗന്ധം പരത്തുന്ന സാധനങ്ങൾ ചേട്ടൻ വിൽക്കുന്നു. എനിക്ക് അങ്ങേയറ്റം വരെയൊക്കെ നടക്കണമെന്നുണ്ട്, പക്ഷെ ഇങ്ങേയറ്റത്തുനിന്നും അങ്ങേയറ്റത്തേക്കൊക്കെ ഒരേപോലത്തെ കാഴ്ചകൾ തന്നെയല്ലേ. ബീച്ചായിട്ട് നിൽക്കുകയല്ലേ. സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു, അതുകൊണ്ട് വണ്ടി വിടാം. ഈ ഒരു പ്രതിമയുടെ ഭാവം നോക്കിയേ, ഒരു ബീബൽസ ഭാവം. അതൊരു ക്വിസ് മത്സരംകാരായിരുന്നു കേട്ടോ. അവര് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ടിക്കറ്റ്സ് ഒക്കെ വിറ്റുകൊണ്ടത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ വരുന്ന വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നെ ഒരു കളറെ കണ്ട പോലെ ഇവര് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും അതന്നെ എന്ന് പറയും. കുറേ പേര് കളങ്കാവലിന്റെ പേരിൽ മനസ്സിലാക്കി, കുറേ പേര് ബിഗ് ബോസിന്റെ പേരിൽ മനസ്സിലാക്കി, കുറേ പേര് വ്ളോഗിന്റെ പേരിൽ മനസ്സിലാക്കി, ഖത്തറുകാർ അങ്ങനെ മനസ്സിലാക്കി. ഐ എം സോ ഹാപ്പി. അപ്പം ഞാൻ ഇനി പെട്ടി മടക്കി വീട്ടിൽ പോവാണ്.